എല്ലാ മക്കൾക്കുള്ളൊരു സംശയമാണ് 9ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്, അതുപോലെ ഫസ്റ്റ് ടൈം പരീക്ഷയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത്. ഈ ഫസ്റ്റ് ടൈം പരീക്ഷ, സെക്കൻഡ് ടൈം പരീക്ഷ, ഇവിടെ നിന്ന് ചോദ്യങ്ങളുടെ പെർസെൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മുതൽ 30% വരെ ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ചോദ്യങ്ങൾ വരും. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററിന് ചോദ്യങ്ങൾ ഉണ്ടാവും. ഫോർത്ത് ചാപ്റ്റർ മുതലാണ് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസിന് എണ്ണം കൂടാം. പിന്നെ അവസാന ഭാഗത്തേക്ക്, അതായത് നമ്മുടെ 7, 8, 6, 7, 8 ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ടൈമിൽ നമ്മൾ പറയുന്നത് ഒരു 20 to 30% ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം എൻ്റെ മക്കൾ പഠിക്കേണ്ടത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് A+ നേടണമെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പഠിക്കണം. നല്ലൊരു സ്കോർ, ഒരു 60+ മാർക്ക് മതിയെങ്കിൽ അവസാനത്തെ ഒരു 4-5 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഏത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും മുഴുവൻ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനുമായിട്ട് ഞാനും മത്സൽ സാറും യദു സാറും വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, കട്ടൊക്കെ കൂടെ ഉണ്ടാവുക. അപ്പം സമയം മറക്കണ്ട, രാത്രി 7 മണിക്കാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ 7 മണിയുടെ ഒരു ക്ലാസ്സിലും എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല മെഗാ മാരത്തോണിലും എല്ലാ പോർഷനും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മിസ് ചെയ്യരുത്, മറക്കരുത്. താങ്ക് യു, ബൈ.